നമസ്കാരം. ബീഹാറിൽ മഹാസഖ്യം തോൽക്കുകയല്ല, പകരം NDA നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസ് ജയിക്കുകയാണ് ചെയ്തത്. ചർച്ചകളും അതുപോലെ തന്നെ ഒരുപാട് അഭിപ്രായങ്ങളും, ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും ആരോപണങ്ങളും ഒക്കെ ഇപ്പോഴും തുടരുകയാണ്. ഇലക്ഷൻ കമ്മീഷൻ തോൽപ്പിച്ചു എന്നൊക്കെയാണ് രമേശ് ചെന്നിത്തല പറഞ്ഞത്. ഇലക്ഷൻ കമ്മീഷന് പാർട്ടികളെ തെരഞ്ഞെടുപ്പിൽ തോൽപ്പിക്കലല്ല ജോലി, ഇലക്ഷൻ ഭംഗിയായി നടത്തലാണ്. അത് ഭംഗിയായി നടത്തിക്കഴിഞ്ഞു. നിതീഷ് കുമാർ കഴിഞ്ഞ 20 വർഷമായി അദ്ദേഹം ബീഹാറിന്റെ മുഖ്യമന്ത്രിയാണ്. 2 മുന്നണികളിലും ഇന്ന് മുഖ്യമന്ത്രിയായി അദ്ദേഹം. എന്തൊക്കെയായാലും ബീഹാറിന്റെ വികസനത്തിൽ വലിയ ഒരു പങ്ക് നിതീഷ് കുമാർ വഹിച്ചിട്ടുണ്ട് എന്നത് സത്യം തന്നെ. JDU അതിശക്തമായ ഒരു പ്രസ്ഥാനമായി വളർന്നു കഴിഞ്ഞു. അതിന് പ്രധാനപ്പെട്ട കാരണം ഈ ലാലു പ്രസാദ് യാദവിന്റെ കുടുംബത്തിലെ പ്രശ്നങ്ങളും, ലാലു പ്രസാദ് യാദവിന്റെ പ്രശ്നങ്ങളും, രാഷ്ട്രീയ പ്രശ്നങ്ങളും, ഇയാളുടെ ജംഗിൾ രാജ്യം, ഇയാളുടെ തോന്നിവാസ ഭരണവും കുംഭകോണങ്ങളും ഒക്കെ തന്നെയാണ് സത്യം പറഞ്ഞാൽ നിതീഷ് കുമാറിനെ വളർത്തിയത്. അതിന് തീർച്ചയായിട്ടും BJPയും ഒരു വലിയ പങ്ക് വഹിച്ചു ഈ ഇദ്ദേഹത്തിന്റെ വളർച്ചയ്ക്ക് എന്നത് ഒരു സത്യം തന്നെയാണ്. ബീഹാറിൽ വികസന പ്രവർത്തനങ്ങളാണ് വോട്ടായി മാറിയത്, പ്രത്യേകിച്ചും സ്ത്രീകൾക്കിടയിൽ. പെൺകുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ സൈക്കിൾ ഉൾപ്പെടെ, സ്ത്രീകൾക്ക്, വിധവകൾക്ക്, അതുപോലെ തന്നെ പ്രായമായവർക്ക് ഒക്കെ തന്നെ പ്രത്യേകമായ ആനുകൂല്യങ്ങൾ, കർഷകർക്ക് പ്രത്യേകമായ ആനുകൂല്യങ്ങൾ ഒക്കെ തന്നെ. ഇലക്ഷനല്ലേ, തീർച്ചയായിട്ടും ഈ വിഷയങ്ങളൊക്കെ തന്നെ വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടും നാടിന്റെ പുരോഗതിയുടെ ഭാഗമായിട്ടും അവിടുത്തെ ജനങ്ങൾ വികസിക്കണം. അതിനുവേണ്ടി തീർച്ചയായിട്ടും ചെയ്യും. അത് ചെയ്തു കഴിഞ്ഞു. അതിന്റെ കൂടി പ്രതിഫലനം 70% സ്ത്രീകൾ ഭയം കൂടാതെ വന്ന് വോട്ട് ചെയ്തു. ഇതൊക്കെയാണ് നിതീഷ് കുമാറിനെ തീർച്ചയായിട്ടും വിജയത്തിലേക്ക് എത്തിച്ചത്. പിന്നെ BJPയുടെ അടക്കമുള്ള സംവിധാനങ്ങൾ എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുകയും ചെയ്തു. നമുക്കറിയാം, BJP അലയൻസ് അല്ലെങ്കിൽ NDA ദേശീയ ജനാധിപത്യ സഖ്യം അത് വെറുതെ ഒരു BJPയുടെ നേതൃത്വത്തിലുള്ള ഒരു വെറും സഖ്യം മാത്രമല്ല. എവിടെ അത് പ്രവർത്തിച്ചാലും, ആരോടൊപ്പം ചേർന്ന് പ്രവർത്തിച്ചാലും ആ സംസ്ഥാനങ്ങളിൽ അല്ലെങ്കിൽ ആ പ്രദേശങ്ങളിൽ അമിത്ഷായുടെയും നരേന്ദ്രമോദിയുടെയും ഒക്കെ പ്രത്യേകമായ ശ്രദ്ധ ചെന്നെത്തുക തന്നെ ചെയ്യും. അതിപ്പോൾ BJP നേരിട്ട് ഭരിക്കുന്ന സംസ്ഥാനമായാലും, ബീഹാർ പോലെ സഖ്യകക്ഷി ഭരണമായാലും, ദേശീയ ജനാധിപത്യ സഖ്യം എന്നാൽ അത് BJP തന്നെ കൃത്യമായി മോണിറ്റർ ചെയ്യുന്ന, നിരീക്ഷിക്കുന്ന, അതിന് വേണ്ട നടപടിക്രമങ്ങൾ, അത് വികസന കാര്യത്തിലായാലും ശരി, രാഷ്ട്രീയമായാലും ശരി, കൃത്യമായി അത് നടപ്പാക്കി കാണിക്കുന്ന ഒരു സംവിധാനമാണ്. അതിനകത്ത് രാഷ്ട്രീയമായ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായേക്കാം. ഇപ്പോൾ കർപ്പൂരി ഠാക്കൂറിന് ഭാരതരത്ന നൽകിയത് മുതൽ ഏതാണ്ട് 1 വർഷത്തിന് മേലെയായി BJP NDA സംവിധാനങ്ങൾ അവിടെ പ്രവർത്തിക്കുകയാണ് ബീഹാറിൽ. അത് രാഷ്ട്രീയമായിട്ടായാലും വികസനപരമായിട്ടായാലും കൃത്യമായി പ്രവർത്തിക്കുന്നു, കൃത്യമായി മോണിറ്റർ ചെയ്യുന്നു. BJP എന്ന സംവിധാനം ഇപ്പം സംസ്ഥാന തലത്തിൽ ഏറ്റവും ശക്തമായ നിലവാരത്തിലേക്ക് ഉയർന്ന് NDA എന്ന സംവിധാനമായി മാറി JDUവിനൊപ്പം പ്രവർത്തിച്ച് വൻ വിജയം. 2020 125, 126 സീറ്റുകൾ നേടിയ ഈ പ്രസ്ഥാനം ഇന്നിപ്പോൾ ഏതാണ്ട് 77-78 സീറ്റുകൾ നേടിക്കൊണ്ട് 202, 203 ഉദ്ദേശം, കൃത്യമായ കണക്ക് പുറത്തു വരുന്നതേ ഉള്ളൂ. അത്രയും സീറ്റുകൾ നേടിക്കൊണ്ട് വൻ വിജയം നേടിയിരിക്കുന്നു. ഇത് ഒരേപോലെ JDUവും BJPയും ഒരേപോലെ പ്രവർത്തിച്ചതിന്റെ, ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചതിന്റെ, ബീഹാർ എന്ന സംസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിച്ചതിന്റെ ഫലമാണ്. അതിനകത്ത് അസൂയ പൂട്ടിട്ടോ, വോട്ട് ചോരി ആരോപണങ്ങൾ ഉണ്ടായിട്ടോ, മണ്ടത്തരങ്ങൾ വിളിച്ചു പറഞ്ഞിട്ടോ, ജമ്മു കാശ്മീരിൽ നിന്ന് നാളെ കൊണ്ടുവന്ന് വോട്ട് ചെയ്യിച്ചു എന്ന് പറഞ്ഞിട്ടോ ഒരു കാര്യവുമില്ല. ഇലക്ഷൻ കമ്മീഷൻ തോൽപ്പിച്ചതാണ് എന്നൊക്കെ പറഞ്ഞ് സ്വയം ആശ്വസിക്കാം എന്നുള്ളതല്ലാതെ കോൺഗ്രസിനും അതുപോലെ തന്നെ മറ്റ് RJD കക്ഷികൾക്കും ഒന്നും പറയാനില്ല. RJD ഇതിനകത്ത് ഇത്തരത്തിലുള്ള ആരോപണങ്ങളൊന്നും ഉന്നയിച്ചിട്ടില്ല എന്നാണ് അറിവ് കേട്ടത്. ദേശീയ മാധ്യമങ്ങൾ നോക്കിയപ്പോൾ അങ്ങനെയാണ് മനസ്സിലായത്. ഈ വോട്ട് ചോരിയും അല്ലെങ്കിൽ വോട്ട് തട്ടിപ്പും വോട്ട് മോഷണവും ഒന്നും തന്നെ അവരാരും ഉന്നയിച്ചിട്ടില്ല. തേജസ്വി യാദവോ RJDയുടെ ഔദ്യോഗിക ഘടകങ്ങളോ ഒന്നും ഉന്നയിച്ചിട്ടില്ല. കോൺഗ്രസ് മാത്രമാണ് ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞു നടക്കുന്നത്. പിന്നൊരു കാര്യം, ഇതൊക്കെ കേരളത്തിലേ ഉള്ളൂ ചർച്ച. രമേശ് ചെന്നിത്തലയും ഒക്കെ തന്നെ ചർച്ച ചെയ്യുമായിരിക്കും. പക്ഷെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ, വടക്കോട്ട് പോയി കഴിഞ്ഞാൽ ഈ വോട്ട് ചോരിയും മറ്റു കാര്യങ്ങളൊക്കെ ജനങ്ങൾ എന്നേ മറന്നു കഴിഞ്ഞു. ഈ രാഹുൽ ഗാന്ധിയും കോൺഗ്രസിനെയും വരെ ജനങ്ങൾ മറന്നു കഴിഞ്ഞു. പിന്നെയാണ് ഇവര് പറയുന്ന ആരോപണങ്ങൾ, വോട്ട് ചോരി. അപ്പം വികസനത്തിന് വോട്ട്, അതാണ് ബീഹാർ ജനത JDUവിനെയും BJPയെയും തെരഞ്ഞെടുത്തത്. മാത്രമല്ല BJPക്ക് ഒരു മേൽക്കൈയുണ്ട്. 16 മന്ത്രിമാർ BJPക്ക് 20-ാം തീയതിയാണ് സത്യപ്രതിജ്ഞ. 16 മന്ത്രിമാർ BJPക്കും 14-15 മന്ത്രിമാർ JDUവിനുമാണ്. അവിടെയും BJPക്ക് ഒരു മുൻതൂക്കം അവിടെ ബീഹാർ ജനതയും അതുപോലെ ബീഹാർ നിതീഷ് കുമാറും ഒക്കെ തന്നെ ചേർന്ന് കൊടുത്തിരിക്കുകയാണ്. കൃത്യമായ ഇടപെടൽ, കൃത്യമായ മോണിറ്ററിംഗ്, കൃത്യമായ സംവിധാനങ്ങൾ അതെല്ലാ സംസ്ഥാനത്തും അതുപോലെയാണ്. അത് മറ്റൊരു പാർട്ടിയുമായി ചേർന്നായാലും BJP നേരിട്ടായാലും ഒക്കെ തന്നെ. അതുതന്നെയാണ് BJPയുടെ വിജയതന്ത്രവും ചാണക്യതന്ത്രവും ഒക്കെ തന്നെ. വികസനം പറയുക, മറ്റുള്ളവരെ കുറ്റപ്പെടുത്തി വോട്ട് നേടുകയും കുളത്തിൽ ചാടുകയും
അതുപോലെ തൈരും കല്ലുപ്പും ഒക്കെ വാരിയിട്ട് വോട്ട് പിടിക്കാനൊന്നും ഇനി ഉള്ള കാലത്ത് നടക്കില്ല. ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തെങ്കിൽ വോട്ട് നേടാം. അത് BJP സംവിധാനങ്ങൾ കൃത്യമായി ഉണർന്ന് പ്രവർത്തിച്ചു. ഇനിയിപ്പോൾ അടുത്തത് ബംഗാളാണ്. ബംഗാളിലേക്കുള്ള യാത്ര തീർച്ചയായിട്ടും അല്പം ദുർഘടമാണ്. എന്നാലും ബംഗാളും പിടിക്കും. ഗംഗാനദി ബീഹാറിലൂടെ ഒഴുകി ബംഗാളിലും ചെല്ലുന്നുണ്ട്. അതാണ് നരേന്ദ്രമോദി പറഞ്ഞത്. ബീഹാർ നേടി, ഇനി അടുത്തത് ബംഗാളാണ്. ബംഗാളിൽ ഈ കുണ്ടാരാജും ജംഗിൾ രാജും ഒക്കെ തന്നെയാണ് തൃണമൂലിന്റെ നേതൃത്വത്തിൽ നടക്കുന്നത്. അതിനെയൊക്കെ ഒതുക്കി മാറ്റിക്കൊണ്ട് കൃത്യമായി പ്രവർത്തിച്ചുകൊണ്ട് ബംഗാളിലും അതിശക്തമായ ഭരണമുന്നണിയായി തന്നെ ഭാരതീയ ജനതാ പാർട്ടി മാറും എന്നുള്ള ഉറച്ച വിശ്വാസത്തിലാണ് BJP നേതൃത്വം. അത് അങ്ങനെ തന്നെ സംഭവിക്കാനുള്ള സാധ്യതയാണ് തെരഞ്ഞെടുപ്പ് നിരീക്ഷകരൊക്കെ കാണുകയും ചെയ്യുന്നത്.